ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു കരിയർ ലൈൻ കേരള. സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് കീഴിൽ വന്നിരിക്കുന്ന 3 ജോബ് നോട്ടിഫിക്കേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ജോബിനെ സംബന്ധിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിഞ്ഞ് വീഡിയോ അവസാനം വരെ കാണുക. ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസിന് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുവരെ വന്നിട്ടുള്ള എല്ലാവിധ ജോബ് നോട്ടിഫിക്കേഷൻസും നമ്മൾ ഓരോ മാസം പ്ലേലിസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻസിനൊക്കെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കുസാറ്റിൽ ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് വിളിച്ചിരുന്ന ജോബ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 10-ാം തീയതിയാണ്. അതുപോലെ തന്നെ ICARൽ റിസർച്ച് അസോസിയേറ്റ്, സീനിയർ റിസർച്ച് ഫെലോ, റിസർച്ച് അസിസ്റ്റൻറ്റ് പോസ്റ്റുകളിലേക്ക് 8, 9, 10 തീയതികളിലാണ് ഇൻ്റർവ്യൂസ് നടക്കുന്നത്. സോ നിങ്ങൾ ആരെങ്കിലും ഇത് അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് കാണാവുന്നതാണ്, ആ വീഡിയോസ് കാണാവുന്നതാണ്. എന്താ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻസിനൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓരോ മാസം വന്നിട്ടുള്ള എല്ലാ ജോബ് നോട്ടിഫിക്കേഷൻസും നമ്മൾ പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നും മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. അത് നമുക്ക് ഇന്ന് നമ്മൾ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് കീഴിൽ വന്നിരിക്കുന്ന 3 ജോബ് നോട്ടിഫിക്കേഷൻസ് ആണ് നോക്കുന്നത്. ആദ്യം വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കേരള മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ KSMMFന് കീഴിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ്. പൊസിഷൻ വരുന്നത് മാർക്കറ്റിംഗ് കൺസൾട്ടൻറ്റ് പൊസിഷനാണ്. ഒരു 1 ഇയർ ടെൻഡർ വരുന്ന അപ്പോയിൻമെൻ്റ് ആണ്. ഇത് 1 വർഷത്തേക്കും കൂടെ 1 more ഇയറിലേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. and ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് എന്ന് പറയുന്നത് www.cmd.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ആപ്ലിക്കേഷൻ ലിങ്കും എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇതെല്ലാം കാണാവുന്നതാണ്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് വായിക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കേരള സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാലും ഈ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആൻഡ് ഇതിൻ്റെ സബ്മിറ്റിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് October 6 ലൈവ് ആയിരിക്കുകയാണ്. ആൻഡ് നിങ്ങൾക്ക് October 20 വൈകുന്നേരം 5 മണി വരെ ഇതിലേക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതിനകത്ത് പോസ്റ്റ് വരുന്നത് മാർക്കറ്റിംഗ് കൺസൾട്ടൻറ്റ് പോസ്റ്റാണ്. 1 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. MB അല്ലെങ്കിൽ ഇക്വാലൻ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണം ഇൻ മാനേജറിയൽ പൊസിഷനിൽ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണം. ഇൻ ആൻ ഓർഗനൈസേഷനോ ആ ഒരു ഓർഗനൈസേഷൻ മാർക്കറ്റിംഗ് ഓഫ് ഡയറി ഒരു ഫുഡ് പ്രോഡക്ട്സിൽ മാർക്കറ്റിംഗ് നടത്തിയിട്ടുള്ള ഏതെങ്കിലും കമ്പനിയിൽ ഏതെങ്കിലും ഓർഗനൈസേഷനിൽ നിങ്ങൾ 10 വർഷത്തെ മാനേജറിയൽ പൊസിഷൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 50 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഡേറ്റ് 1/10/2025 വെച്ചിട്ടാണ് ഈ ഒരു വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്ക് പെർ ഡേ 4,000 റുപ്പീസാണ് റെമ്യൂണറേഷനായിട്ട് വരുന്നത്. ദെൻ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് വായിക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം അവിടെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് വന്നിട്ടുള്ളത്. ദെൻ അടുത്ത് വരുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് വുമൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ KSWDCക്ക് കീഴിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് സൈറ്റ് സൂപ്പർവൈസർ ആണ്. പാർട്ട് ടൈം ജോബായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ സെലക്റ്റഡ് കാൻഡിഡേറ്റ്സിന് വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽ പാണ്ടനാടും അതുപോലെ തന്നെ നൂറനാട് മാവേലിക്കര ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ ചെറുതോണിയിലും ഇവിടെയൊക്കെ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിൻ്റെ കൺസ്ട്രക്ഷനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഇവിടെ ഈ സൈറ്റ് സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് ആൾക്കാർ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. ഈ ഒരു ഗൂഗിൾ ഫോം ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഫോം ഫില്ല് ചെയ്താൽ മാത്രം മതിയാവും. ആൻഡ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 15/10/2025 വൈകുന്നേരം 5 മണി വരെയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് സബ്മിഷൻ കൊടുക്കാവുന്നത്. അപ്പോൾ ഈ ലിങ്കും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എടുക്കാവുന്നതാണ്. ആൻഡ് ഇതിൻ്റെ പോസ്റ്റ് വരുന്നത് സൈറ്റ് സൂപ്പർവൈസർ പോസ്റ്റാണ്. പാർട്ട് ടൈം ബേസിസിലാണ് ഈ ഒരു ജോബ് വരുന്നത്. ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 62 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ആൻഡ് 10,000 രൂപയാണ് മന്ത്ലി അലോവൻസ് ആയിട്ട് കിട്ടുക. ആൻഡ് BTech കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റിട്ടയർഡ് എംപ്ലോയീസിന് അപ്ലൈ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. റിട്ടയർഡ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർഡ് ആയവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ആർക്ക് വേണം, നിങ്ങൾ ഡിപ്ലോമ പാസ്സായിട്ട് നിൽക്കുന്ന ആർക്ക് വേണോ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത് വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത്
കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് KIFBയിലെ കീഴിൽ വന്നിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. ഇൻസ്പെക്ഷൻ എഞ്ചിനീയർ അറ്റ് ടെക്നിക്കൽ ഇൻസ്പെക്ഷൻ വിങ്ങിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അവസാന തീയതി ഒക്ടോബർ 8-ാം തീയതിയാണ്. 24-ാം തീയതി ലൈവായ ആപ്ലിക്കേഷനാണ്. ഒക്ടോബർ 8-ന് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പോൾ ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക, വളരെ ലേറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഇതിനകത്ത് വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്പെക്ഷൻ എഞ്ചിനീയർ സിവിൽ പോസ്റ്റ് ആണ്. അപ്പർ ഏജ് ലിമിറ്റ് വരുന്നത് 35 വയസ്സാണ്. വാക്കൻസി പറഞ്ഞിട്ടില്ല. ആൻഡ് BTech സിവിൽ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 50,000 രൂപയാണ് നിങ്ങളെ പേയ്മെൻറ്റ് വരുന്നത്. ആൻഡ് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഇതിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഈ പറഞ്ഞ വെബ്സൈറ്റ് www.cmd.kerala.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇത്രയും കാര്യങ്ങളാണ്, ഈ 3 നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ 2 നോട്ടിഫിക്കേഷൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം രാവിലെ, ഒരെണ്ണം വൈകുന്നേരമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.